നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ മഹോത്സവം ജനുവരി 19 മുതൽ 26 വരെ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി 19 വാതിൽമാടം പൊട്ടൻദൈവ സ്ഥാനത്ത് തോറ്റവും 20 അവിടെ കളിയാട്ടവും തുടർന്ന് 21 ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിന് കൊടിയേറ്റം നടത്തുന്നത്. അത് പിന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 25 വൈകിട്ട് പള്ളിവേട്ട നഗരപ്രദക്ഷിണം കഴിഞ്ഞ് അന്ന് അടുത്ത ദിവസം ആറാട്ടിന് ശേഷം കൊടിയിറങ്ങുന്നു. ഈ ആധ്യാത്മികവും മറ്റ് സാംസ്കാരികമായ പരിപാടികളൊക്കെ ഇതിനിടയിൽ നടത്തപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായി പറയാനുള്ളത് ഒരു കൈകൊട്ടിക്കളി, ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരമാണ്. അത് 23 തീയതിയാണ്. അത് 7:30 ഇവിടെ നടത്തുന്നത്. അതടക്കമുള്ള എല്ലാ പരിപാടികളുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പ്രധാന പരിപാടി എന്ന് പറയുന്നത് പറഞ്ഞു, 19 തോറ്റമാണ്, 20 രാവിലെ കളിയാട്ടം, 21 വൈകുന്നേരം ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നമ്മുടെ തന്ത്രീശ്വരൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, ആചാര്യഭരണം, തുടർന്ന് കൊടിയേറ്റം. അതിനുശേഷം 22 തീയതി പ്രാദേശിക പരിപാടിയാണ്. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ തന്നെ പല കലാപ്രതിഭകളുള്ള ഒരു നാടാണ്. അവരുടെ കുട്ടികളുടെയൊക്കെ പ്രാദേശിക പരിപാടി കലാസന്ധ്യ നടക്കും. 23 നമ്മൾ പറഞ്ഞ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം. 24 നൃത്യശ്രീ ചെറുപുഴ നൃത്യശ്രീ കലാമന്ത്രി കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ കണ്ണൂർ സഹ്യസ്ഥാനം അവതരിപ്പിക്കുന്ന ജെൻസ് തിരുവാതിരക്കളി, പേരുകൾ പ്രശസ്തമായ ഇതാണ്, അത് നടക്കുന്നു. പിന്നെ 25 ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പ്രധാന ദിവസമാണ്. അന്ന് പള്ളിവേട്ട നഗരപ്രദക്ഷിണം, തുടർന്ന് കോഴിക്കോട് യൂണിവേഴ്സൽ ഓർക്കസ്ട്രയുടെ ഗാനമേള, ബൽറാം നയിക്കുന്ന ഗാനമേളയാണ്. 26 രാവിലെ 8:30 ആറാട്ട്. അത് ഇവിടുത്തെ ആറാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ ഫോറസ്റ്റിലൂടെ പോയി ആറാട്ട് കടവിലാണ് ആറാട്ട്. അതിന് നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകുന്നൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം കൊടിയേറകൾ ഉണ്ടാകുന്നു. മലബാറിലെ പൗരാണികമായ കുടുംബം ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മഹോത്സവം 19 തീയതി തുടങ്ങുകയായി. നമുക്കറിയാം, വളരെ പ്രാധാന്യം കേരളത്തിൻ്റെ പല ഭാഗത്തും കർണാടകത്തിലൊക്കെ കെട്ടിയാടിക്കാറുള്ള പൊട്ടൻദൈവം. പൊട്ടൻദൈവത്തിൻ്റെ ആസ്ഥാനം പുളിങ്ങോം വാതിൽമാടാണ്. നിരവധി ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇന്ന് പോകാറുണ്ട്, ദർശനം നടത്താറുണ്ട്. ആ ഒരു പ്രാധാന്യത്തിന് 20 തീയതി രാവിലെ പൊട്ടൻദൈവ സ്ഥാനത്ത് കളിയാട്ടം നടക്കുകയാണ്. ദൂരസ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നു ചേരാറുണ്ട്. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ കൊടിയേറ്റ് മറ്റ് ഉത്സവാദി കാര്യങ്ങളും. ഇത് ഒരു വടക്കേ മലബാറിൽ ശരിക്കും പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം പുഴയും തേജസ്വിനി പുഴയും മറുഭാഗം മലനിരകളും അതുപോലെ കാവേരി അമ്പലത്തോട് തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിത്യവും ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത് ഉത്സവകാലത്ത് ഓരോ ഭക്തജനങ്ങളും വന്ന് ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും.
സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.